കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി നായർ സർവീസ് സൊസൈറ്റി. രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്ദയെന്ന NSS. ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങിൽ തുടക്കം മുതൽ NSS സഹകരിച്ചിരുന്നതായും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, എന്തൊക്കെയാണ് NSSൻ്റെ നിലപാട്? അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നുപോയത്. ഈ ഘട്ടത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പോലും സാഹചര്യമുണ്ടായി. കേരളത്തിലെ നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും വഴുതി മാറുന്ന സമീപനമാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മനസ്സില്ലാ മനസ്സോടെയാണ് അവർ ഈ തീരുമാനം അറിയിച്ചിട്ടുള്ളത് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തീരുമാനം വന്നതിന് പിന്നാലെയാണ് NSS പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. NSSന്റെ പേരിൽ G. സുകുമാരൻ നായർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്ദയാണെന്നാണ് NSS ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനം വന്ന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ വാർത്താക്കുറിപ്പ്. ശരി, കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി നായർ സർവീസ് സൊസൈറ്റി. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്ദയെന്ന് NSS. ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങിൽ തുടക്കം മുതൽ NSS സഹകരിച്ചിരുന്നതായും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളാണ് സനോജ് നൽകിയത്.